കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്, വേദനയോടെ ഇരിക്കുന്നവരുണ്ട്. കർത്താവ് മറുപടി സ്വർഗ്ഗകാരം ചെയ്യുന്നതേക്കായി സ്തോത്രം. യേശു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശ നൽകുന്ന ദൈവം, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി, നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി, നമ്മൾ ഓരോരുത്തരും പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരണം. അത് എങ്ങനെയാണ്? ദൈവം നൽകുന്നതാണ് പ്രത്യാശ. ദൈവം നൽകുന്ന പ്രത്യാശ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് നമ്മൾ ആ പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവരായി തീരുന്നത്. ഹല്ലേലൂയ. ദൈവം പ്രത്യാശ തന്നാലേ ഉള്ളൂ. ദൈവം പ്രത്യാശ നൽകുന്നുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിലാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോ വിഷയങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യാശയുള്ള വ്യക്തിയാണ്. ഓരോരുത്തരും പ്രത്യാശയോടെയാണ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. ദൈവം ഈ വിഷയത്തിന് എനിക്ക് മറുപടി തന്ന് മാനിക്കും, ഇന്നല്ല നാളെ ആയാലും എനിക്കൊരു മറുപടി ദൈവം തരും എന്നുള്ള പ്രത്യാശയോടെയാണ് ഓരോരുത്തരും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസം പ്രത്യാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ അബ്രഹാം ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ ആയിരുന്നു. അബ്രഹാം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ പ്രത്യാശയുള്ളവനായിരുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 4:18 ഇങ്ങനെ പറയുന്നു: നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ദൈവ പൈതലെ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവ പൈതലെ, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ ഹല്ലേലൂയ വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളും ആശയോടെ ഇരിക്കുന്ന കാര്യം, പ്രത്യാശയോടെ ഇരിക്കുന്ന കാര്യം അത് കിട്ടുമെന്ന്, അത് ഞങ്ങൾ പ്രാപിക്കുമെന്ന് അതേ വിശ്വാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഉപവസിച്ച് തീരുന്നതിന് മുൻപേ ആ പ്രാർത്ഥനയുടെ മറുപടി നിങ്ങളുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം നൽകി മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സഖരിയ പ്രവാചകൻ ദൈവസന്നിധി ധൂപം കാട്ടുമ്പോൾ അതെ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഹല്ലേലൂയ. അതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവദാസിമാരെ, ദൈവദാസന്മാരെ, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന വിഷയത്തിന്റെ മേൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്നു. ദൈവം പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ചു. തന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി 25 വർഷം കാത്തിരുന്നു. എത്രയോ വർഷങ്ങളായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവ പൈതല് ഒരു മറുപടി ഉണ്ട്. ഒരിക്കലും തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കയില്ല, ഒരിക്കലും ഉടഞ്ഞു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. തകർന്നതിനെ, ഉടഞ്ഞതിനെ എന്നേക്കുമായി മനുഷ്യർ എടുത്തു കളയും. പക്ഷേ സ്വർഗത്തിലെ ദൈവം തകർന്നതിനെ എടുത്ത് മെനയുന്ന ദൈവമാണ്, പുതിയൊരു പാത്രമാക്കി തീർക്കുന്ന ദൈവമാണ്. ഉടഞ്ഞതിനെ എടുത്ത് പുതിയൊരു പാത്രമാക്കി തീർക്കുന്ന ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് മാനിക്കും. ഹല്ലേലൂയ. ചില മേഖലകളൊക്കെയും സ്വർഗത്തിലെ ദൈവം പണിത് അത് ആ ഉടഞ്ഞതിനെ പണിത് നേരെയാക്കുമെന്ന് ദൈവാത്മാവിൽ ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 5:5: പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ പ്രത്യാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ അതിനൊരു ഭംഗം വരികയില്ല, ഒരു വ്യത്യാസം വരികയില്ല, ഒരു കുറവ് വരികയില്ല, ഒരു മാറ്റം വരികയില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നമ്മുടെ ഹൃദയത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ തന്നെ, വചനം വായിക്കുമ്പോൾ തന്നെ, വചനവുമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തന്നെ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, പാടുമ്പോൾ തന്നെ, ആരാധിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം കത്താറില്ലേ, നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയില്ലേ? ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാര ശക്തിയാണ്. അതേ ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ ഓരോരുത്തരിലും അതേ ആ കത്തുന്ന അനുഭവം, ഉള്ളം കത്തുന്ന അനുഭവം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെയാണെങ്കിൽ പ്രിയമക്കളെ, ദൈവം
സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം സംസാരിക്കുകയാ, ദൈവം ഇടപെടുകയാ. ഹല്ലേലൂയ. പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സദൃശവാക്യങ്ങളിൽ പറയുന്നു, നീ യഹോവ ഭക്തിയോടിരിക്ക, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. നാം യഹോവ ഭക്തിയോടിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഒരു കാത്തിരിപ്പിന് അതിനൊരു മറുപടി ഉണ്ട്, ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹല്ലേലൂയ. പ്രത്യാശയോടെ ഇരിക്കുന്ന ഓരോ വിഷയത്തിന്റെ നടുവിലും സ്വർഗം ചലിക്കും. തലമുറയെ ചൊല്ലി ദൈവത്തോട് കരയുക, നിലവിളിക്കുക. എന്റെ തലമുറക്കത്ത മടക്കി കൊണ്ടുവരണമേ. ഒരിക്കൽ ദൈവകൃപയിൽ നിന്നതാ, ചെറുപ്പമായിരുന്നപ്പോൾ ദൈവകൃപയിൽ നിന്നതാ, അഭിഷേകത്തിൽ നിന്നതാ. ഇന്ന് എവിടെയാണെന്ന് അറിയാത്ത വിധം ദുഷ്ടന്റെ പിടിയിലായിരിക്കുമ്പോൾ അതിനെ മടക്കി കൊണ്ടുവരുവാൻ ഉപവസിക്കുന്ന മാതാവേ, പിതാവേ, സ്വർഗത്തിലെ ദൈവം മടക്കി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ ഉപവാസത്തിന് ഒരു മറുപടി ഉണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേദനയോടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവത്തിന്റെ മറുപടി നിനക്ക് ദൈവം നൽകി മാനിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8:24 എങ്ങനെ പറയുന്നു? ജീവിതത്തിലെ ഒരു രക്ഷണ ഘടകമാണ് നമ്മുടെ പ്രത്യാശ. കാണുന്ന പ്രത്യാശയല്ലേ, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ കാണാത്തതിനായി നമ്മൾ പ്രത്യാശിക്കുന്നത്. ഈ കാണുന്ന പ്രത്യാശയെല്ലാം താൽക്കാലികമാണ്, പക്ഷെ കാണാത്തത് നിത്യമായ പ്രത്യാശയാണ് നമുക്കുള്ള ഏക പ്രത്യാശ. നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. എനിക്കായി ഈ ലോകത്തിലേക്ക് വന്ന് എന്റെ പാപ പരിഹാരത്തിനായി യാഗമായി തീർന്ന് എനിക്കായി മരിച്ചു, എനിക്കായി അടക്കപ്പെട്ടു, എനിക്കായി ഉയർത്തെഴുന്നേറ്റു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവ്, ആ കർത്താവ് വീണ്ടും എന്നെ ചേർക്കുവാൻ വേഗം വരും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയോ. ഹല്ലേലൂയ. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുക ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നമ്മുടെ ഓരോരുത്തരുടെ ശുദ്ധീകരണം. അതെ, വിശുദ്ധരെ ചേർക്കുവാൻ കർത്താവ് വരുമ്പോൾ നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ ഈ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. ദൈവം ആ വിഷയത്തിന്റെ മേൽ, ആ ഭാരമേറിയ വിഷയത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം മറുപടി തന്നു മാനിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 15-4 വാക്യത്തിൽ എങ്ങനെയാണ് പ്രത്യാശ ഉളവാകുന്നത്? ഹല്ലേലൂയ. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? റോമർക്ക് എഴുതിയ ലേഖനം 15-4 വാക്യം. ഹല്ലേലൂയ. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. എങ്ങനെയാണ് പ്രത്യാശ ഉളവാകുന്നത്? എന്നാൽ മുന്നെഴുതിയിരിക്കുന്നത് ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. തിരുവെഴുത്തുകളാലാണ് ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും. നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സ്ഥിരത വരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഒരു ആശ്വാസം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. നമ്മൾ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുമ്പോൾ പലപ്പോഴും വിചാരിക്കും, ദൈവമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെയും മറുപടി കിട്ടിയില്ലല്ലോ എന്ന് ഭാരപ്പെട്ട് വേദനയോട് നമ്മൾ വചനം വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആശ്വാസം ഉണ്ടാകും. ഹല്ലേലൂയ. അത് ഈ ലോകം തരാത്തൊരു ആശ്വാസമാണ്, ഈ ലോകം തരാത്തൊരു വിടുതലാണ്, ഈ ലോകം തരാത്തൊരു സ്ഥിരതയാണ് നമ്മുടെ ഉള്ളത്തിൽ ദൈവം നിറയ്ക്കുന്നത്. അതാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ. ഹല്ലേലൂയ. തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന ഒരു പ്രത്യാശ, നമ്മുടെ ജീവിതത്തിൽ ഉളവാകുന്ന പ്രത്യാശ വചനത്താൽ മാത്രമാണ്. ഹല്ലേലൂയ. മറ്റു മനുഷ്യർ നമുക്ക് ആശ്വാസം പറയുമ്പോഴും, ആശ്വാസ വാക്ക് പറയുമ്പോഴും ചിലപ്പോൾ നമുക്ക്
മായി തീരുകയില്ല. അതൊക്കെയും അല്പനേരത്തേക്ക് മാത്രമായിരിക്കും. പക്ഷെ അത് ഒരു സ്ഥിരമായി നിൽക്കണമെങ്കിൽ അത് ദൈവത്താലുള്ളതായിരിക്കണം. ഹല്ലേലൂയ. വചനത്താലുള്ളതായിരിക്കണം. അത് പരിശുദ്ധാത്മാവിലുള്ളതായിരിക്കണം. അത് ആശ്വാസമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യർ ലേഖനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിലനിൽക്കുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ നിലനിൽക്കുന്ന ഈ മൂന്നും നിലനിൽക്കുന്ന ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഒന്ന് കൊരിന്ത്യർ 13:13 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പ്രത്യാശ നിലനിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശ വന്ന് ഭാരപ്പെടുന്ന ദൈവ പൈതല്, ഹല്ലേലൂയ, ആ നിരാശ മാറിയിട്ട്, ഭാരം മാറിയിട്ട് ദൈവിക സമാധാനത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം കാക്കുന്ന ദൈവമാണ്. പ്രത്യാശയാൽ ഹല്ലേലൂയ നിറയ്ക്കുന്ന ഒരു ദൈവമാണ്. പലപ്പോഴും നിരാശ കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ. കഷ്ടത വരുമ്പോൾ, വേദന വരുമ്പോൾ നിരാശ പിശാച് കൊണ്ടിരും. നീ ഇത്രത്തോളം ഉപവസിച്ച്, ഇത്രത്തോളം പ്രാർത്ഥിച്ച്, ഇനി എന്തിനാ നീ ഇത്രയും ഉപവസിക്കുന്നത്, എന്തിനാ നീ കണ്ണുനീരൊഴുക്കുന്നത്, എന്നിട്ടും നിനക്ക് ഈ വിഷയത്തിന് മറുപടി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരം നിരാശ കൊണ്ടുവരും. നിരാശ പിശാചാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ നിരാശ അതിജീവിക്കുവാൻ ഈ വചനത്താലുള്ള ആശ്വാസം, ഈ ദൈവത്താലുള്ള ആശ്വാസം, ഈ ദൈവ കൃപയാലുള്ള ആശ്വാസം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും വചനം കേൾക്കുന്നവരാണ്, വചനം പ്രസംഗിക്കുന്നവരാണ്. നമ്മൾ കേൾക്കുമ്പോൾ അധികമായി വിശ്വാസം വർദ്ധിക്കും. നമ്മൾ വായിക്കുമ്പോൾ അധികമായി വിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വചനം അധികം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിരാശ കൊണ്ടിടുമ്പോഴും ദൈവമക്കളാണോ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് നമുക്ക് ഒരു കോംപ്രമൈസ് ഇല്ല. ഹല്ലേലൂയ. എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് ഒരു പട്ടി വന്നാൽ നമ്മൾ താണുകേണ് പറയോ, പോ പട്ടി എന്ന് പറയോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ അധികാരത്തോടെ പറയും, കൽപ്പിക്കുമല്ലേ, ഇറങ്ങിപ്പോവട്ടെ, അല്ലെങ്കിൽ പോവട്ടെ എന്ന് പറഞ്ഞ് അധികമായി നമ്മൾ ശകാരിച്ചാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിശാചിനോട് എതിർത്ത് നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ നിരാശ കൊണ്ടുവന്നുവെങ്കിൽ, ഭാരം കൊണ്ടുവന്നുവെങ്കിൽ അത് പിശാചാണ്. നമ്മൾ അറിഞ്ഞ് എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തെക്കാൾ അധികമായി പിശാചിനെ പേടിക്കുന്നവരാണ് വിശ്വാസികളിൽ പലരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പിശാചിനെ അല്ല ഭയക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിനെ നേരത്തെ ദൈവദാസൻ പറഞ്ഞതുപോലെ പിശാചിന്റെ തലയെ തകർക്കുവാനാണ് കർത്താവ് കാൽവരിയിൽ യാഗമായി തീർന്നത്. ഹല്ലേലൂയ. പിശാചിന്റെ ആയുധവർഗം വയ്പ്പിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്, യേശു കർത്താവാണ്. യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ അതേ വഴിയിലൂടെ, അതേ ജയത്തിലൂടെ, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ അതേ ജയത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും നടക്കുന്നതെങ്കിൽ പിശാചിന്റെ മേൽ നമുക്ക് ജയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിചാര ശക്തിയുടെ മേൽ ഒരു ജയമുണ്ട്. ഹല്ലേലൂയ. ഉപവസിക്കുന്ന ദൈവ പൈതലേ, ആ വിചാര ശക്തികൾ നിന്നെ കുഴക്കി കളയുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ആ വിചാരം ഇസ്രായേലിനും ലക്ഷണവിധി യാക്കോബിനും ഫലിക്കയില്ലെന്ന് അരുളി ചെയ്ത ദൈവം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ ബന്ധനത്തെ സ്വർഗത്തിലെ ദൈവം തകർക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശ തെളിയിക്കണം. നമ്മൾ ഓരോരുത്തരും പ്രത്യാശ തെളിയിക്കുന്നത് എങ്ങനെയാ? 1 പത്രോസ് എഴുതിയ ലേഖനത്തിൽ 3:15 പറയുന്നു, നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലുള്ള പ്രത്യാശ, നമ്മിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തി പൂണ്ടും പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ഹല്ലേലൂയ. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിനെന്ന് അരുളി ചെയ്ത അതേ കർത്താവിന്റെ സൗമ്യത നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. ഹല്ലേലൂയ. അതേ ദൈവത്തോടുള്ള ഭയഭക്തി നമുക്ക് ഏറ്റവും ആവശ്യം. അതേ സൗമ്യതയോടെ, അതേ ദൈവിക ഭയഭക്തിയോടെ നമുക്ക് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതായി നിർമ്മല ജീവിതത്തിന് പ്രചോദനം നൽകുന്നു. ഒരു മലമില്ലാത്ത ജീവിതം, ഒരു നാറ്റം വമിക്കാത്ത ഒരു ജീവിതം നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 3:3 അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കും.
നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ ഒരിക്കലും അതിനെ അടുക്കി വയ്ക്കരുത്. ഹല്ലേലൂയ. അതിന് ആ നിമിഷം തന്നെ യേശു കർത്താവിന്റെ കൃപാസനത്തിലേക്ക് ചെന്ന് യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ മുന്നേറണം. ഹല്ലേലൂയ. നിർമ്മലീകരണത്തിലേക്ക് വരണം. യേശു കർത്താവിൽ ഉള്ള ആ പ്രത്യാശയിലാണ് കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗവും തൃക്കണ്ണന് നിർമ്മലമല്ലെന്ന് വചനം പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരിക്കപ്പെടുന്നത് യേശു കർത്താവിന്റെ വിലയേറിയ രക്തം കൊണ്ട് അന്യ നിമിഷം ശുദ്ധീകരിക്കപ്പെട്ടവരായി ആമേൻ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ, ആത്മീയമായ പ്രത്യാശ ഉണ്ടായിരിക്കണം. അടുത്തതായി നിത്യമായ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധന്മാർക്ക് മരണഘട്ടത്തിൽ പോലും ഒരു പ്രത്യാശയുണ്ട്. സദൃശവാക്യങ്ങൾ പറയുന്നത് 14:32 ബി പാർട്ട് വായിക്കുമ്പോൾ നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. മരണത്തിനപ്പുറമായൊരു പ്രത്യാശയാണ് നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തു യേശുവിലൂടെ നൽകിയത്. യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട അവസ്ഥയാണെങ്കിൽ നിശ്ചയമായും നമ്മൾ ഓരോരുത്തരും നീതിമാനാണ്. അങ്ങനെയാണെങ്കിൽ നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. മരണത്തിനപ്പുറമായൊരു പ്രത്യാശ തന്ന കർത്താവ് നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രയെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും മരണത്തിന് അപ്പുറമായൊരു പ്രത്യാശ, ഹല്ലേലൂയ, നിത്യജീവൻ, ഹല്ലേലൂയ, കർത്താവിലുണ്ട്. ആ നിത്യമായ പ്രത്യാശ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മളെ ഭരിക്കേണ്ടത് ആ ഒരു പ്രത്യാശയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രത്യാശ നമുക്കൊരു നങ്കൂരമാണെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ലേഖനകർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്ത് കടക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ നങ്കൂരം. ഒരു കപ്പല് അതിനെ പിടിച്ച് നിർത്തണമെങ്കിൽ നങ്കൂരമിട്ട് ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിവിടെ ആത്മാവിന്റെ നങ്കൂരം, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ നങ്കൂരം. ഹല്ലേലൂയ. നമുക്കൊരു ഉറപ്പ്, പ്രത്യാശ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ ആടിപ്പോകാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, കാറ്റ് വരും, തിരകൾ വരും, അതിലൊക്കെയും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആടിപ്പോകാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, ആ പ്രത്യാശ ആത്മാവിന്റെ ഒരു നങ്കൂരം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ പലപ്പോഴും നമ്മൾ തകർന്നു പോകുമെന്ന് വിചാരിക്കും. പക്ഷേ കർത്താവ് നമ്മൾ വിടിവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അത് നിശ്ചയമാണ്. കർത്താവ് നമ്മെ ഉറപ്പിച്ചിരിക്കുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഉറപ്പിച്ചിരിക്കുന്ന ദൈവമാണ്. അത് നിശ്ചയമാണ്. അത് മാറ്റമില്ലാത്തതാണ്. ഹല്ലേലൂയ. അത് സ്ഥിരമുള്ളതാണ്. അത് തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അതെ നിത്യതയിൽ ആകുന്ന തിരശീലയ്ക്കകത്ത് അതെ കർത്താവിനോടൊപ്പം വാഴേണ്ടവരാണ്. നമ്മൾ ഓരോരുത്തരും ആ കർത്താവിങ്കലേക്ക്, ഹല്ലേലൂയ, മറയേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. നമ്മൾ ഈ പ്രത്യാശയിൽ അനുനിമിഷം മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ ഭാഗം നമ്മൾ ഓരോരുത്തരും ദൈവം നൽകുന്ന പ്രത്യാശ. ആ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ഓരോരുത്തരും അതേ സമൃദ്ധമായി ആ പ്രത്യാശയുള്ളവരായി ജീവിക്കുന്നത്. അടുത്ത ഭാഗം, രണ്ടാമത്തെ ഭാഗം, വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനിടയിൽ എൻ്റെ അനുഭവം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് CSI കുടുംബ
കുടുംബത്തിലാണ്, CSI ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത്. എങ്കിലും ഞങ്ങളുടെ വീട്ടിലെ ഭവന പ്രാർത്ഥനയുണ്ട്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥന മസ്റ്റാണ്. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന, സന്ധ്യ പ്രാർത്ഥനയുണ്ട്, രാവിലെയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പങ്കെടുത്തില്ല എങ്കിൽ പപ്പ ഞങ്ങൾക്ക് നന്നായി അടി തരും. നല്ല ശിക്ഷ തന്നാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളെ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കും. ഹല്ലേലൂയ. ഈ പങ്കെടുപ്പിച്ച് അങ്ങനെ എന്റെ 12 വയസ്സുള്ളപ്പോൾ ഒരു കൺവെൻഷൻ യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്ന സമയം, 4 ദിവസത്തെ കൺവെൻഷൻ. അന്ന് എനിക്ക് 12 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് ആ ദൈവദാസൻ വചനം പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മർക്കോസ് സുവിശേഷം 1:15. ഈ വചനം പറഞ്ഞിട്ട് അനേക ദൈവ മക്കളുടെ അല്ലെങ്കിൽ ഭവനത്തിലായിരിക്കുന്നവരുടെ പേര് പോലും ചൊല്ലി ദൈവദാസൻ ഓരോ അവസ്ഥ ഇന്ന അവസ്ഥയോടെ ഇരിക്കുന്നു അവർക്ക് വേണ്ടി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ കാണുന്നുണ്ടെങ്കിലേ ദൈവം എന്റെ പേരും കൂടെ ദൈവദാസനോട് പറഞ്ഞ് വിളിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, 4 ദിവസം കൺവെൻഷൻ, 4-ാം ദിവസം അവസാനിക്കാറായപ്പോ ആശീർവാദത്തിന് തൊട്ടു മുമ്പ് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇത്രയും ജനം ഇരിക്കുന്നിടത്ത് എന്നെ എങ്ങനെ കാണാനാ? ഈ ചിന്ത ഇങ്ങനെ എന്റെ ഉള്ളിൽ ഈ ചോദ്യം ഉയർന്നതും ദൈവദാസൻ എന്റെ പേര് ഈസി എന്ന് വിളിച്ച് ദൈവാത്മാവിൽ ദൈവദാസൻ സംസാരിച്ചു. ആ നിമിഷം എന്റെ ഹൃദയത്തിൽ എന്തോ ഉണ്ടായിരുന്ന ഒരു ഭാരം എന്നെ വിട്ടു പോകുകയും എന്നിൽ ഒരു സമാധാനം ഉണ്ടാകുകയും എന്നില് ഒരു സന്തോഷം ഉണ്ടാകുകയും ഞാൻ പാപിയാണെന്നുള്ള ഒരു ബോധം ദൈവം എനിക്ക് തന്നു. അങ്ങനെയാണ് ഞാൻ മാനസാന്തരപ്പെടുവാൻ ദൈവം സഹായിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എന്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഉണ്ട്. എന്റെ അമ്മയും 12 വയസ്സ് സമയത്ത് ഒരു പാസ്റ്ററിന്റെ ഭവനത്തില് കൊല്ലത്ത് ചവറ എന്നുള്ള സ്ഥലത്ത് എന്റെ അമ്മ 2 വർഷം ഒരു പാസ്റ്ററിന്റെ കുടുംബത്തിൽ നിന്നു. രക്ഷിക്കപ്പെട്ടു, ആഭരണമൊക്കെ ഉപേക്ഷിച്ചു, സ്നാനപ്പെടാൻ നിന്നപ്പോഴത്തേക്കുമാണ് എന്റെ അമ്മയുടെ സഹോദരന്മാര് ഒത്തിരി വഴക്കുണ്ടാക്കി അവരെ കൊണ്ടുവന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ അമ്മയെ എന്റെ പപ്പയോടൊപ്പം വിവാഹം കഴിച്ചയച്ചത്. അങ്ങനെ അമ്മയ്ക്ക് ദൈവത്തിന്റെ ആ ഒരു വലിയൊരു വിളി ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടി, ഞങ്ങൾ 3 പേര് പെൺമക്കളാണ്, ഞാൻ 3-ാമത്തെ മോളാണ്. ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ ഞാനിങ്ങനെ എന്റെ അനുഭവം പറയുകയുണ്ടായി. അപ്പോൾ എന്റെ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു, എന്നും പ്രാർത്ഥിക്കും, എന്നും ദൈവത്തോട് നിലവിളിക്കും. അമ്മ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഞാൻ പലപ്പോഴും സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്കും അമ്മ കരയുന്നത് ഞാൻ കണ്ടുകൊണ്ട് കയറി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ പ്രാർത്ഥന. ഞാൻ പറയട്ടെ, എന്റെ കുടുംബത്തിൽ ആദ്യമായി സ്നാനപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. പിന്നത്തേതില് അമ്മയും സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. അമ്മ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അമ്മ സ്നാനപ്പെട്ട് ഇന്ന് ദൈവകൃപയിൽ ആത്മാവിൽ സത്യത്തിൽ എന്റെ അമ്മ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരു പ്രാർത്ഥിക്കുന്ന അമ്മ ഉണ്ടോ? ഉപവാസത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടോ? തലമുറ ഒരിക്കലും നശിച്ചു പോകുകയില്ല. ഞാൻ പറയട്ടെ, 12 വയസ്സിന് മുമ്പ് ഏറ്റവും കുസൃതി എനിക്കായിരുന്നു, ഏറ്റവും ശാഠ്യം എനിക്കായിരുന്നു. എന്റെ വീട്ടില് TV ഇല്ല. എന്നെ പപ്പയ്ക്ക് TV കാണുന്നതൊന്നും ഇഷ്ടമില്ല. അതേസമയം ഞാൻ എന്ത് ചെയ്യുന്നു അറിയാമോ? അടുത്തുള്ള വീട്ടിലെ പോയി സിനിമ കാണാനൊക്കെ പോകും. ഞായറാഴ്ച ദൂരദർശനിൽ അന്ന് സിനിമയുള്ള ദിവസം പപ്പയോട് ചോദിക്കും. എന്റെ ചേച്ചിമാര് നേരെ അമ്മയടുത്ത് പറഞ്ഞിട്ടേ പപ്പയോട് ഒരു കാര്യം പറയുകയുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, നേരിട്ട് എന്റെ പപ്പയോട് ചോദിക്കും. പപ്പയോട് ചോദിക്കുമ്പോ പപ്പ ഒരു കാര്യം മാത്രം പറയും, നീ ഈ ആഹാരം എല്ലാവരും ഇരുന്ന് ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുമ്പോ പപ്പ അല്പം മിച്ചം വെച്ചിട്ട് എല്ലാവർക്കും ഉരുള ഉരുട്ടി എല്ലാവർക്കും കൊടുക്കും, അതില് കൂടുതൽ എനിക്ക് വെക്കും, ഇത്രയും കഴിച്ചിട്ട് പോകുകയാണെങ്കിൽ പോകാം. പപ്പ വിചാരിക്കും ഞാൻ കഴിക്കത്തില്ല എന്ന്, കാരണം അപ്പോൾ തന്നെ എന്റെ വയറ് ഫുള്ളായി. പക്ഷെ എനിക്ക് കാണണമെന്നുള്ള ആർത്തി കൊണ്ട് ഞാൻ ഈ ആഹാരം കഴിച്ചിട്ട് ഞാൻ ഓടും, സിനിമ കാണാൻ ഞാൻ ഓടും. ആ ഓടുന്ന എന്നെ ഈ മാനസാന്തരത്തിന്റെ പ്രവൃത്തി അന്നേ ദിവസം കൺവെൻഷൻ കഴിഞ്ഞപ്പോ എന്റെ പപ്പ ഭവനത്തിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച അറിയാം, സിമി എന്നാണ് എന്റെ വീട്ടു പേര്, സിമിയുടെ മാനസാന്തരം എത്രയുണ്ടെന്ന് അടുത്ത ഞായറാഴ്ച അറിയാമെന്ന് പറഞ്ഞു.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപയാൽ അതിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ദൈവം എന്നെ സമ്മതിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നത്തേതിൽ എന്നെ CSIയിലേക്ക് മടക്കി കൊണ്ടുപോകുവാൻ എന്റെ പപ്പ വളരെയധികം ശ്രമിച്ചു. മടക്കി കൊണ്ടുപോകുവാനും ദൈവം സമ്മതിച്ചില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഇന്ന് വരെയും നിലനിർത്തുന്നു. എന്റെ യോഗ്യതയോ പ്രാഗൽഭ്യമോ മിടുക്കോ ഒന്നുമല്ല. പ്രാർത്ഥന, എന്റെ അമ്മയുടെ പ്രാർത്ഥന, എന്റെ അമ്മയുടെ കണ്ണുനീര്, എന്റെ മാതൃസഭയുടെ ഉപവാസം, പ്രാർത്ഥനയും എല്ലാം എനിക്കൊരു കോട്ടയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാകൃപയാൽ ദൈവം എന്നെ മറ്റുള്ളവരിൽ നിന്ന്, ലോകത്തിൽ നിന്ന് ദൈവത്തിലേക്ക് വേർതിരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഒരു പ്രാർത്ഥന, അത് കണ്ണുനീരാണോ, വർഷങ്ങളായി നിലവിളിക്കുകയാണോ, അതിന്റെ മേലൊരു മറുപടി ഉണ്ട്. സ്വർഗത്തിലെ ദൈവം മറുപടി തന്ന് മാനിക്കുന്ന നീതിയുള്ള ന്യായാധിപതിയാ നമ്മൾ ആരാധിക്കുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാം. വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസം വേണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിന് മറുപടി കിട്ടിയെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. അതാണ് വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. കാണാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. അതെനിക്ക് നൽകി തന്നു മാനിക്കും. ഒരു മദ്യപാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ, ദൈവം മദ്യപാനത്തിൽ നിന്നൊരു മാനസാന്തരം തരുമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു നിശ്ചയവും ഉറപ്പും ഉണ്ടായിരിക്കണം. അവർ ദൈവത്തെ ആരാധിക്കുന്നതായി നമ്മൾ വിശ്വാസ കണ്ണാൽ കാണണം. ദൈവം അങ്ങനെ തന്നെ കൊണ്ടുവരും. അവര് നിത്യത നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് ദൈവം അങ്ങനെ തന്നെ ദൈവം ചെയ്യും. നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 14:17 പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. നീതിയുണ്ട്, സമാധാനമുണ്ട്. ഭക്ഷണം വെടിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണവുമല്ല പാനീയമല്ല ദൈവരാജ്യം, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, ദൈവരാജ്യ വിസ്തൃതിക്കാണ് നമ്മൾ പോരാടുന്നതെങ്കിൽ, നമ്മുടെ മറ്റു വിഷയങ്ങളിൽ തന്നെ സ്വർഗത്തിലെ ദൈവം മറുപടി നൽകി മാനിക്കും. കാരണം മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ. എന്നാൽ അതോടുകൂടി ഈ അന്വേഷിച്ചാൽ മാത്രം മതി. ദൈവം നമുക്ക് അതത് കാര്യങ്ങൾ, നമുക്ക് വിശപ്പിനുള്ള കാര്യമാണോ, ഉണ്മാനുള്ള കാര്യമാണോ, ഉടുപ്പാനുള്ള കാര്യമാണോ, വാസസ്ഥലത്തെ കുറിച്ചാണോ നമ്മുടെ ചിന്താകുലം, ദൈവം ഇതൊക്കെയും ദൈവം നമുക്ക് തന്നു മാനിക്കും. ഹല്ലേലൂയ. മുൻപേ കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷമില്ലാത്ത അവസ്ഥ, സമാധാനമില്ലാത്ത അവസ്ഥ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ തന്നെ പലപ്പോഴും വ്യാകുലപ്പെടുന്ന അവസ്ഥ. ഇത് എന്തായിത്തീരുമെന്ന്. എങ്കിലോ ദൈവം പറയുന്നു, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്താൽ സമാധാനത്താലാണ് നമ്മുടെ ഹൃദയം നിറയേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. ഈ പ്രവാസത്തിൽ നിന്ന്, ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തിയ ദൈവം 126 സങ്കീർത്തനം 1 മുതൽ വായിക്കുമ്പോൾ, അവരെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നു. ഒരു സന്തോഷം പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തുന്ന ദൈവം, കടഭാരത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്ന ദൈവം, ആ രോഗത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഒരു വ്യത്യാസം വരുത്തുന്ന ദൈവം. ആ ദൈവം പറയുക, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തില് നമ്മൾ ഇന്ന് പ്രവാസ ദേശത്തിലായിരിക്കുന്നുവെങ്കിൽ, ആ കഷ്ടതയിലായിരിക്കുന്നെങ്കിൽ, നമുക്കൊരു വായിൽ ചിരി തരുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ നാവിന്മേൽ ആർപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ജാതികളുടെ ഇടയിൽ കർത്താവ് എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന്, ഹല്ലേലൂയ, ലജ്ജ കൂടാതെ പറയുവാൻ തക്കവണ്ണം
സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധി നമ്മൾ ഇന്ന് തന്നെ പ്രാർത്ഥിക്കുക. ലജ്ജ കൂടാതെ. പലപ്പോഴും നമ്മുടെ അനുഭവം പറയുവാൻ ഒരു ലജ്ജ, ഒരു നാണക്കേട്, ഇതൊക്കെ എങ്ങനെ പറയുന്നെന്ന്. ഒരിക്കലും നമ്മൾ ലജ്ജിക്കാതെ പറയണം. നമ്മൾ വന്ന വഴികളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ, എത്രമാത്രം ദൈവത്തിന്റെ കൃപയാലാണ്. എത്രയോ കാലം മുമ്പേ നമ്മൾ മൺമറഞ്ഞു പോകേണ്ട ആയിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാണല്ലോ ദൈവം നമ്മെ ഓരോരുത്തരും നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മള് യഹോവയായ ദൈവം എനിക്ക് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നെന്ന് അധികമായി ഘോഷിക്കുവാൻ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, ആത്മീയ ജീവിത അനുഗ്രഹത്തിൽ ഉണ്ടായിരിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 10 വായിക്കുമ്പോൾ ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. യെശയ്യാവ് 61-ന്റെ 10 വായിക്കുമ്പോൾ ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഹല്ലേലൂയ. മണവാട്ടി ഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്റെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന എപ്പോഴും നമ്മുടെ വീട്ടില് പല ചിന്തകളാൽ പല ഭാരങ്ങളാൽ ആയിരിക്കുമ്പോൾ, ഒരു നിമിഷം നമ്മൾ ഒരു വചനം കേൾക്കുമ്പോഴായിരിക്കാം, ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോഴായിരിക്കാം നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം. ഞാൻ യഹോവയിൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദിക്കുവാനുള്ളത് യഹോവയിലാണ്. നമ്മൾ ഏറ്റവും സന്തോഷിക്കുന്നത് നമ്മുടെ കർത്താവിലാണ്. ഹല്ലേലൂയ. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുക. നമുക്ക് എപ്പോഴും ഘോഷിച്ചുല്ലസിക്കുവാൻ കഴിയുമോ? എപ്പോഴും പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? എല്ലാവരും ചോദിക്കും, ഉറങ്ങുമ്പോൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നതെന്ന്. പ്രാർത്ഥിക്കുവാൻ കഴിയും പ്രിയപ്പെട്ടവര്. നമ്മൾ ഉറങ്ങുന്നത് വരെയും സ്തോത്രവും സ്തുതിയും ദൈവത്തോട് പ്രാർത്ഥിച്ചും പാടിയും ഉള്ളത്തിൽ പാടിയും ആരാധിച്ചുമാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ, നമ്മൾ പ്രഭാതത്തിൽ എണീക്കുമ്പോൾ ദൈവം നമ്മുടെ നാവിൽ പാട്ട് തരും, നാവിൽ ഒരു വചനം തരും, നാവിൽ അല്ലെങ്കിൽ ഒരു സ്വപ്നം തരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് മറുപടിയുമായി നമുക്ക് എണീക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളം എപ്പോഴും ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്ന അനുഭവത്തിലായിരിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമ്മൾ സന്തോഷിക്കണം. നമ്മൾ സന്തോഷിക്കണം. നമ്മുടെ കർത്താവിൽ സന്തോഷിക്കണം. പലതും നമുക്ക് സന്തോഷം തരാതിരിക്കുമ്പോഴും എന്റെ കർത്താവിൽ നമ്മൾ സന്തോഷിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമ്മൾ സന്തോഷിക്കണമെന്ന് 1 പത്രോസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോട് ആനന്ദിക്കുന്നു. ദൈവം തരുന്നത് പറഞ്ഞു തീരാത്തതാണ്, മഹിമയുള്ള സന്തോഷമാണ്. പറഞ്ഞു തീരാത്ത ദാനം നിമിത്ത സ്തോത്രമെന്ന് ഹല്ലേലൂയ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്തിന് അന്തമായ ആത്മരക്ഷ, നമ്മൾ ഓരോരുത്തരും ആത്മരക്ഷ പ്രാപിച്ചവരാണ്. അതേ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. രക്ഷ പൂർത്തീകരിക്കുന്നത് നിത്യതയിൽ എത്തുമ്പോഴാണ്. അതേ അന്തമായ ഒരു ആത്മരക്ഷ പ്രാപിക്കും. പറഞ്ഞു തീരാൻ നമുക്ക് എത്ര തന്നെ പറഞ്ഞാലും തീരാത്തതാണ്. കർത്താവ് നമ്മെ രക്ഷിച്ച വിധം, കർത്താവ് നമ്മെ മാനസാന്തരപ്പെടുത്തിയ വിധം, നമ്മളെ ഓരോരുത്തരും അനുനിമിഷം നടത്തുന്ന ഹല്ലേലൂയ ഈ വിധങ്ങളെ ഓർത്ത് എത്ര തന്നെ നന്ദി പറഞ്ഞാലും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം, ഈ ക്രിസ്തുവിലുള്ള മഹിമ. ഹല്ലേലൂയ. അതേ സന്തോഷമാണ് നമ്മൾ ആനന്ദിക്കുന്ന, അതേ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. അടുത്തതായി സങ്കീർത്തനം 4:8 പറയുന്നു, സമാധാനത്തെ കുറിച്ചാണ്. നമ്മൾ ഇത്രയും നേരം സന്തോഷത്തെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം, ഒരു ആനന്ദം ഉണ്ടായിരിക്കണം. അത് കർത്താവിൽ മാത്രമേ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. അടുത്ത സങ്കീർത്തനം 4:8 പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലേ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമുക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ കൃപയിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പലരും പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട ഭാരപ്പെട്ട മനസ്സ് അസ്വസ്ഥത ആകുമ്പോഴാണ് ആത്മഹത്യയും മറ്റുമൊക്കെ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവര്, നമുക്ക് എങ്ങനെയാണ് ഉറങ്ങുവാൻ കഴിയുന്നത്, സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുന്നത്? ഹല്ലേലൂയ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവമാണ് നമ്മെ നിർഭയം ഭയമില്ലാതെ വസിക്കുമാറാക്കുന്നത്, ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഭാരം മാറി, ആ വേദന മാറി നമ്മൾ ഓരോരുത്തരും സമാധാനത്തോടെ ഉറങ്ങുന്നത്. 3-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ കിടന്നുറങ്ങും
കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. പലപ്പോഴും പലരും കിടക്ക വിട്ട് എണീറ്റില്ല. സൈലന്റ് അറ്റാക്കൊക്കെയും വന്ന് ഈ ലോകം വിട്ട് എടുക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ നമ്മളും ഇന്നത്തെ പ്രഭാതം കണ്ട് ഈ ഉച്ച സമയം കാണുവാനും സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ. ദൈവം നൽകുന്ന സമാധാനം അത് സമൃദ്ധിയായുള്ള സമാധാനമാണ്. ഒരല്പം ഈ ലോകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അത് അല്പമായിരിക്കും, അത് അളന്നേ തരികയുള്ളൂ. ഇത്ര എന്ന് പറഞ്ഞ് ഓഹരി മാത്രമേ തരികയുള്ളൂ, അല്ലെങ്കിൽ അല്പമേ തരത്തുള്ളൂ. പക്ഷെ സ്വർഗത്തിലെ ദൈവം തരുന്നത് സമൃദ്ധമായാണ് തരുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 119 165 പറയുന്നു, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ദൈവത്തിന്റെ വചനത്തോട് നമുക്ക് പ്രിയമുണ്ടോ എങ്കിൽ ഒരു മഹാസമാധാനം നമ്മുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും വചനം വായിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഞങ്ങളെ CSL പോകുമ്പോൾ മിക്ക പേരും ശുശ്രൂഷകര് സുവിശേഷകരൊക്കെ വന്ന് വചനം പ്രസംഗിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞായറാഴ്ച പുസ്തകം എന്നാണ് വേദപുസ്തകത്തെ പറയുന്നത്. കാരണം ഞായറാഴ്ച രാവിലെ ഈ പുസ്തകം എടുത്ത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരും. പിന്നെ ഉച്ച കഴിയുമ്പോൾ വീട്ടിലെത്തും, അല്ലെങ്കിൽ വൈകിട്ട് വീട്ടിലെത്തും, കൊണ്ടങ്ങ് അലമാരയിലോ മേശപ്പുറത്തോ ഇട്ടിരിക്കും. പിന്നെ ഞായറാഴ്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നമ്മൾ വചനം വായിക്കണം, എല്ലാ ദിവസവും നമ്മൾ ഈ പുസ്തകം ചുമക്കണം, എല്ലാ ദിവസവും നമ്മൾ വചനത്തിൽ പ്രിയം വയ്ക്കണം. ഹല്ലേലൂയ. എങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു മഹാസമാധാനമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കാര്യം ചിന്തിച്ചോ, നമ്മൾ പറഞ്ഞോ, മറ്റ് ആരെങ്കിലും ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളും അധികമായി നമ്മൾ വചനമായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്താലുള്ള ഒരു സമാധാനം, സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ദൈവം പകരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. ഈ ദൈവം നമുക്ക് നൽകുന്ന സമാധാനം അത് പൂർണ്ണ സമാധാനം, സമൃദ്ധിയായി നൽകുന്ന ഒരു സമാധാനമാണ്. അതുപോലെ തന്നെ പൂർണ്ണമായുള്ള സമാധാനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വെക്കും. സ്ഥിരതയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയം വെക്കും. അങ്ങനെ ആശ്രയം വച്ചിരിക്കുകയാണെങ്കിൽ നീ അവനെ ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ സ്ഥിരമാനസനാണോ, നമ്മൾ ദൈവത്തിലാണോ ആശ്രയം വെച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പലപ്പോഴും ആ പൂർണ്ണ സമാധാനത്തിൽ, അതേ പൂർണ്ണ സമാധാനത്തില് നമുക്ക് കടക്കുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുത്താറില്ലേ? നമ്മുടെ പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുന്നു, ഞെരുക്കി കളയുന്ന അവസ്ഥയില്ലേ? അപ്പോഴും ദൈവത്തിൽ നമ്മൾ അഭയം പ്രാപിക്കുകയാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയം പ്രാപിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ഈ പൂർണ്ണ സമാധാനം നമുക്ക് ഈ ദൈവം തന്നമാനിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് ദൈവവചനം പറയുന്നു, 48:18 വായിക്കുമ്പോൾ ഈ സമാധാനം ഒരു നദി പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും. നദിയാണെങ്കിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഈ എന്റെ കർത്താവ് തന്ന സമാധാനം അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമാധാനമാണ്. അത് ഒരിക്കലും നിന്നു പോകുകയില്ല, ഒരിക്കലും അത് വറ്റിപ്പോകുകയില്ല. ഹല്ലേലൂയ എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48:18. അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമാധാനം നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, ആ സമാധാനം, അതേ സമാധാനം നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കെ, അങ്ങനെ ഒഴുകുന്നവരുടെ ഉള്ളിൽ നിന്നാണ് കർത്താവ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ഹല്ലേലൂയ. അതേ അനുഭവത്തിലേക്ക് അതേ ഒഴുകി ചെന്നാൽ ആ ഒഴുകി ചെല്ലുന്നിടത്ത് ശാഖകളായി പിരിയും. 4 ശാഖ. ഏതെങ്കിലും ഒരു നദി ഉണ്ടായിരുന്നു, ആ നദി എന്ത് ചെയ്തെന്നറിയാമോ? 4 ശാഖകളായി പിരിഞ്ഞു. നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകുമ്പോൾ അത് 4 ശാഖകളായി പിരിയുക മാത്രമല്ല, ആ നദി ഒഴുകുന്നിടത്ത് ചേരുന്നിടത്തേക്ക് ചാവാറായ ശേഷിപ്പൊക്കെ ജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയ. വാടിക്കിടന്നതൊക്കെ എന്റെ ജീവൻ പ്രാപിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:13 പറയുന്നു, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പറഞ്ഞു പ്രാർത്ഥിക്കുന്ന വചനം, കർത്താവ് മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതായിരിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും
പ്രവേശിക്കപ്പെട്ടവരായിരിക്കും. ഹല്ലേലൂയ. അവരുടെ സമാധാനം വലുതായിരിക്കും. അത് ദൈവത്താൽ മാത്രമാണ്, ദൈവത്തിന്റെ സമാധാനത്തിൽ മാത്രമാണ് സാധ്യമായിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടദാനമാണ് നമുക്ക് സമാധാനം ദൈവം തന്നേച്ചു പോയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു കർത്താവ് പറഞ്ഞൊരു വാക്യമാണ്, ഹല്ലേലൂയ, വചനമാണ്. യോഹന്നാൻ സുവിശേഷം 14:27, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഹല്ലേലൂയ. ലോകം തരാത്തൊരു സമാധാനമാണ് എന്റെ യേശു കർത്താവ് തരുന്ന ഒരു സമാധാനം. അത് ഈ ലോകം തരുന്ന സമാധാനം പോലെ അല്ല. ഹല്ലേലൂയ. ദൈവം തരുന്നത് നമുക്കുള്ള വസ്തുവക നമ്മുടെ മക്കൾക്ക് ഇഷ്ടദാനമാണ് നമ്മൾ എഴുതി തരുന്നത്. അതിന് നമുക്ക് വെച്ചുകൊണ്ടിരിക്കുന്നല്ലോ നമ്മുടെ മക്കൾക്ക് ഇഷ്ടദാനം എഴുതി കൊടുക്കുക. അതുപോലെ കർത്താവ് എന്ത് ചെയ്യുന്നു? എന്റെ സമാധാനം, കർത്താവിന്റെ സമാധാനമാണ് കർത്താവ് നമുക്ക് ഓരോരുത്തർക്ക് തന്നു മാനിച്ച്. അത് ലോകം തരുന്ന സമാധാനം പോലെ അല്ല. ലോകം തരുന്നത് പലപ്പോഴും നമ്മുടെ കുറവ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചെറിയൊരു കുറവ്, ഒരു വിള്ളൽ കണ്ടാൽ മതി അവർ നമ്മിൽ നിന്ന് അകന്നു പോകും, നമ്മളെ വെറുക്കും, നമ്മളെ നിന്ദിക്കും, നമ്മളെ പരിഹസിക്കും, നമ്മളെ ദൂഷിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറവുകൾ കണ്ട് ദൈവം മാറി കടന്നു പോകാത്ത ദൈവം, ആ കുറവ് പരിഹരിച്ച് ദൈവം നമ്മെ വീണ്ടും ദൈവിക സമാധാനത്തിൽ കാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. ദൈവത്തിന്റെ വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4:6-7 വായിക്കുമ്പോൾ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വ്യാകുലങ്ങൾ, വിചാരങ്ങൾ വിചാരിച്ച് നിൽക്കാതെ നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തകളും എല്ലാം പ്രാർത്ഥനയോടെ അപേക്ഷയോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. സ്തോത്രത്തോടെ അറിയിക്കണം. അങ്ങനെ അറിയിക്കുമ്പോഴാണ് സകല ബുദ്ധിയെയും, ഈ ലോകത്തിൽ ആരുടെയും ബുദ്ധിമണ്ഡലത്തിൽ എത്താത്ത വിധം ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പകരും. നമ്മുടെ ഹൃദയങ്ങളിലും നിന്നവുകളിലും ക്രിസ്തു യേശുവിങ്കൽ കാക്കുന്ന അതേ സമാധാനത്താൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. അതേ സന്തോഷത്താൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. ഇന്നത്തെ പകൽക്കാലം 2ാം ദിവസം ഉപവസിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, പ്രത്യാശ കുറഞ്ഞു പോകരുത്, പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിന്റെ വീണ്ടും വരവാണ്. കർത്താവിങ്കലാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ സന്തോഷിക്കേണ്ടത് കർത്താവിലാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഉപനിധി കർത്താവ് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മളെ അന്ത്യത്തോളം കാക്കുവാൻ വിശ്വസ്തനാണ്. ആ ദൈവത്തിലുള്ള സന്തോഷം, ആ ദൈവത്തിലുള്ള സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ഒരു നിമിഷം കൂടി കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നന്ദി പരിശുദ്ധനെ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഔഡറബറബ ശന്ദരദിഗരദരഗ സിഗനബലബനബ ശഹനഹേ ഔഡറഗനദരഗ ശഹനബലബനബരിബബദിഗനദരഗ സിഗനദലേ. ഹല്ലേലൂയ. വാഹനം ഓടിക്കുന്ന ചിലരോടൊക്കെ ദൈവാത്മാ പറയുന്നു, ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം, പ്രാർത്ഥനയോടെ ഓടിക്കണം. അപകടം പതിയിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഔഡറബനബ ശഹനബലബനബ ശന്ദരദിഗരദരഗ സിഗനദലേ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കർത്താവേ, അടിയനെ കേട്ട ഓരോ പ്രിയപ്പെട്ടവര് ദൈവകരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനായ സ്തോത്രമപ്പ, അങ്ങ് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. അപ്പച്ച, ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണമേ, എന്റെ കർത്താവിന്റെ കൃപയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കുടുംബമായി മാനിക്ക് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന മക്കളുടെ വിഷയങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങണമേ, പരിശുദ്ധൻ ഇറങ്ങണമേ, പരിശുദ്ധൻ ചലിക്കണമേ, എന്റെ കർത്താവിന്റെ കരം ചലിക്കണമേ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഒരു വിടുതൽ സംഭവിക്കട്ടെ. ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ വിഷയത്തിന്റെ നടുവിൽ ദൈവകരം ചലിക്കുമാറാകട്ടെ. പാർസി പ്രഭുവിന്റെ തന്ത്രങ്ങൾ തകരട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ തടസ്സങ്ങൾ തകരട്ടെ. ദുഷ്ടന്റെ സകല പദ്ധതികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിർമ്മൂലമാകട്ടെ.
കർത്താവേ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ കരം ചലിക്കുമാറാകട്ടെ കർത്താവേ. അങ്ങയുടെ കൃപയിൽ മുന്നേറുവാൻ സഹായിക്കണം. ഹല്ലേലൂയ കർത്താവേ. ഈ നിമിഷം വരെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മറച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം അപ്പ, ആശീർവദിക്കണം അപ്പ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം അങ്ങ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. സകല ബഹുമാനവും മഹത്വവും പുകഴ്ച അങ്ങേക്ക് യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ച ദൈവദാസനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.